ഏവർക്കും നമസ്കാരം. ഞാൻ ബിജുകുമാർ, ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. Vedic4.com ഞങ്ങളുടെ ഓൺലൈൻ ആസ്ട്രോളജി സർവീസാണ്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഏതൊരു ആവശ്യത്തിനും ഞങ്ങളുടെ വെബ്സൈറ്റിൽ ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് ഈ മെയ് മാസം നടക്കുന്ന വ്യാഴമാറ്റം, ഈ വ്യാഴമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം തിരുവോണം നക്ഷത്രക്കാർക്ക് അവരുടെ ഈ വ്യാഴമാറ്റ ഫലങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഈ വ്യാഴമാറ്റം കൊണ്ട് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ചെറിയ തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. ശത്രുതാ മനോഭാവം ഉള്ളവർക്ക് നമ്മളോടുള്ള ശത്രുത കുറച്ച് കൂടുതൽ വർദ്ധിക്കുകയും അവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. സാമ്പത്തിക മേഖലകളിൽ നമുക്കൊരു അച്ചടക്കം ഈ ഒരു വർഷം നിർബന്ധമായും കരുതിയിരിക്കണം. അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട് തർക്ക വിഷയത്തിന് മുതിരാതിരിക്കുന്നതാണ് ഈ ഒരു സമയ കാലഘട്ടത്തിൽ വളരെ നല്ലത്. കാരണം തർക്ക വിഷയങ്ങൾ നമുക്കത് അവരെ കൊണ്ട് അതായത് തർക്കത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളിനെ കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ട് നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ് മേഖലകളിൽ ഉള്ളവരൊക്കെ കൂടുതലായിട്ടുള്ള ബിസിനസ് ഐഡിയകൾ പെട്ടെന്ന് കൊണ്ടുവന്നൊരു മാറ്റമുണ്ടാക്കി വിജയിക്കാമെന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. യാത്രകളൊക്കെ വളരെയധികം ഗുണപ്രദമാകും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്കൊക്കെ വിദേശ തൊഴിൽ നമുക്ക് ലഭിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പഠിക്കാൻ പോകുന്നവർക്ക് വളരെയധികം ഒരു നല്ല സാധ്യത കാണുന്നുണ്ട്. മാനസികമായിട്ട് പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ഒരു അസ്വസ്ഥമാകുന്ന ഒരു സമയ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് തൊഴിൽ മേഖലയിൽ നല്ല ഒരു മാറ്റത്തിനും തൊഴിൽ വേഗതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പ്രൊമോഷനൊക്കെ കിട്ടാൻ സാധ്യത, അതായത് നമുക്ക് കേരളത്തിന് അകത്തുള്ളവരല്ല, കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർക്ക് തൊഴിൽ മേഖലയിൽ നല്ലൊരു മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് തുറന്ന് പങ്കുവയ്ക്കുമ്പോൾ അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത നമുക്ക് ഈ ഒരു സമയത്തിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാനസികമായിട്ടുള്ള പിരിമുറുക്കം വർദ്ധിക്കുന്നത് കാരണം നമുക്ക് ഒരു ടെൻഷൻ, BP പോലെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആയതിനാൽ ജലം കലർന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുകയും തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുകയും ജലധാരയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം പാൽപ്പായസത്തിന് കൊടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും.